ഹേ ഗായ്സ്, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ആൻഡ് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദ്രൂണിയിലാണ്. സ്കിൻ കെയർ പ്രോഡക്റ്റിന്റെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. നമ്മുടെ കുറേ പ്രോഡക്റ്റുകളൊക്കെ തീർന്നു കേട്ടോ. അപ്പം നമുക്ക് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിൽ ഒരുപാടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഈ വൈറ്റമിൻ സി ആണ്. 299 ഉള്ളൂ. ഭയങ്കര വെർത്ത് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാനെടുത്തത് സെറം ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊളാജിങ് ആണ്. ആന്റി ഏജിങ് എഫക്റ്റ് നൽകും. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിന്റെ എഫക്റ്റ് മനസ്സിലാകും. ദെൻ ഇച്ചായനും എടുക്കാനുണ്ട് കേട്ടോ. ഇച്ചായനുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് സെയിം തന്നെയാണ്, പക്ഷെ വേറൊരു കമ്പനിയുടെയാണ്. ഇത് വൈറ്റമിൻ സിയുടെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. വീഗന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഇച്ചായന് ഭയങ്കര എഫക്റ്റ് ആണ്. SPF 20 ആണുള്ളത്. ദെൻ നമ്മൾ പിന്നെ ചൂസ് ചെയ്യുന്നത് വേറൊരു സെറം കൂടി എടുക്കുന്നുണ്ട്, ഒരു ബ്രൈറ്റനിങ് സെറം. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു ബ്രൈറ്റനിങ് സെറം ആണിത്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതും എടുത്തു. പിന്നെ നമ്മൾ പോയത് ഹെയർ കെയർ പ്രോഡക്റ്റിന്റെ സെക്ഷനിലേക്കാണ്. ഷാംപൂ, കണ്ടീഷണർ, ഹെയർ ഫുഡ് ഇതെല്ലാം ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഹെയർ തിക്നെസ്സിനുള്ള എന്തെങ്കിലും സെറം ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് വന്നത്. ഈ ഇടയായിട്ട് നന്നായിട്ട് മുടി ഒഴിയുന്നുണ്ട്. അതിന് എന്താണ് മാർഗം എന്നറിയാൻ വേണ്ടി വന്നതാണ്. ഞാൻ എല്ലാത്തിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കൂട്ടോ. അപ്പൊ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റോസ്മേരിയുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയാവേ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു. നേരെ പോയത് മെക്ഡൊണാൾഡ്സിലേക്കാണ്. വേറെ ഒന്നുമല്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. 2 ബർഗർ മേടിച്ചു. പിന്നെ എനിക്ക് കോഫി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചാൻ്റെ ഒരു കോഫിയും മേടിച്ചു. പുറത്ത് നല്ല തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് രാവിലെ തന്നെ ആലിപ്പഴത്തിന്റെ മഴ പെയ്തായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ മഴ ഉണ്ടാവില്ലെന്ന്. പക്ഷെ എന്നാലും തണുപ്പെങ്ങാനും കൂടിയാലോ എന്ന് വിചാരിച്ച് കോട്ടൊക്കെ ഇട്ടിട്ട് വന്നതാണ്. പക്ഷെ തണുപ്പ് പതുക്കെ പതുക്കെ കൂടുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ഒരു ആശ്വാസമാണ്, ഭയങ്കര സമ്മർ ആയിട്ടുള്ള സമയത്ത് മഴ പെയ്യുമ്പോൾ. പക്ഷെ ഇനിയിപ്പോ തണുപ്പ് കൂടാനായിട്ടാണോ അതോ തണുപ്പ് കുറയാനായിട്ടാണോ ചൂട് കൂടാനായിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. സമ്മറിന്റെ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ചൂട് സാധാരണ കൂടാറാണ് പതിവ്. ഇനിയിപ്പോ ഓഗസ്റ്റ് ആയതിന്റെ പേരിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ചായയൊക്കെ കുടിച്ച് പതുക്കെ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.